സമരം 10-ാം ദിവസമാണ്. രാപകൽ സമരം 48-ാം ദിവസമാണ്. ഈ ഇതുവരെ നമ്മുടെ ഭരണാധികാരി എന്താണെന്ന്, ആ നിരാഹാരം കിടക്കുന്നവരുടെ സ്ഥിതി എന്താണെന്നൊന്ന് എത്തിപ്പോലും നോക്കാനോ അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ വിടാനോ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാർ ഞങ്ങളോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. ഈ കടുത്ത അവഗണന ഞങ്ങൾക്ക് പൊറുക്കാവുന്നതിനപ്പുറമാണ്. ഒരു വലിയൊരു സാഹസികതയ്ക്ക് മുതിർന്നിരിക്കുവാണ് 50-ാമത്തെ ദിവസം. ഞങ്ങളുടെ തലമുടി മുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. അവസാന നിമിഷങ്ങളും കണ്ണുകൾ തേടുന്നത് മുഖ്യമന്ത്രിനെയാണ്. കോവിഡ് കാലത്ത് പട്ടിക്കും പൂച്ചയ്ക്കും തീറ്റി കൊടുത്തിട്ടുള്ള അത്രയും ഉദാര മനസ്കനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വരാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായും ഞങ്ങളെ വരും. എല്ലാ ആശമാരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുക. മനുഷ്യൻ നിരാശ അനുഭവിക്കുമ്പോഴാണ് കഠിന കൃത്യത്തിലേക്ക് പോകുന്നത്. മുടി മുറിക്കാൻ മാത്രം അത്ര ക്രൂര ഹൃദയനൊന്നുമല്ല അദ്ദേഹം. ഞങ്ങളെ അതിൽ നിന്ന് മാറ്റുമെന്നൊരു നല്ല വിശ്വാസമുണ്ട്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 48-ാം ദിവസം പിന്നിടുകയാണ്. ഇത്ര ദിവസമായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ണു തുറന്നില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ ഒരു വിഷയം പരിഹരിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള ഒരു സംശയവും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, നമ്മൾക്കുമുണ്ട്. ഇനി എന്താണ് അടുത്ത സമരമുറ? എന്താണ് കടുപ്പിക്കാൻ പോവുകയാണോ? ഇന്ന് നിരാഹാര സമരം 10-ാം ദിവസമാണ്. രാപകൽ സമരം 48-ാം ദിവസമാണ്. ഈ 10 ദിവസം പിന്നിട്ടും സാധാരണഗതിയിൽ ഞങ്ങളൊരു ഇന്ത്യൻ പൗരനാണ്, കേരളത്തിൽ ജീവിക്കുന്നവരാണ്. ഇതുവരെ നമ്മുടെ ഭരണാധികാരി എന്താണെന്ന്, ആ നിരാഹാരം കിടക്കുന്നവരുടെ സ്ഥിതി എന്താണെന്നൊന്ന് എത്തിപ്പോലും നോക്കാനോ അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ വിടാനോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ജനറൽ ഹോസ്പിറ്റലുണ്ട്. അവിടെ നിന്നൊരു ഡോക്ടറെ വിട്ടു തന്ന് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാനോ ഇതുവരെയും സർക്കാർ മുതിർന്നില്ല. സർക്കാർ ഞങ്ങളോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. ഈ അവസരത്തിൽ ഞങ്ങൾ ചെയ്യാവുന്ന സമരമുറകളെല്ലാം ചെയ്തിട്ടും ഇതുവരെയും സർക്കാർ അനുഭാവപൂർണമായിട്ടുള്ള ഒരു മറുപടിയും അനുഭാവപൂർണമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടിയും ചെയ്തിട്ടില്ല. ഇതുവരെ മുഖ്യമന്ത്രി ഏതോ ഒരു ചാനലിൽ എന്തോ പറയുന്ന കേട്ടെന്നുള്ളതല്ലാതെ ഞങ്ങൾ ഈ 48 ദിവസമായിട്ടും ഞങ്ങളെ വരികയോ ഞങ്ങളെ എന്താണെന്ന് ഞങ്ങളെ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കടുത്ത അവഗണന ഞങ്ങൾക്ക് പൊറുക്കാവുന്നതിനപ്പുറമാണ്. പിന്നെ ഒരു വലിയൊരു സാഹസികതയ്ക്ക് മുതിർന്നിരിക്കുവാണ് 50-ാമത്തെ ദിവസം. ഞങ്ങളുടെ തലമുടി മുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചുകുട്ടിയാണെങ്കിലും കൗമാരപ്രായക്കാരായിരുന്നാലും യൗവനയുക്തിയാണെങ്കിലും വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കും തലമുടി ഒരു പ്രധാന സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തലമുടിയാണ് ഒന്ന് ക്ലിയറാക്കാൻ നോക്കുന്നത്. ഈ അവസരത്തിൽ ഞങ്ങളോട് തലമുടി മുറിക്കാനായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളിവിടാതെ ഇല്ല, മുഖ്യമന്ത്രിക്ക് അതിന് കഴിയില്ല. അതുറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രി തീർച്ചയായും ഈ ഏതാനും നിമിഷത്തിനുള്ളിൽ ഞങ്ങളെ വിളിക്കും. ഞങ്ങളെ കൃത്യമായിട്ട് ഞങ്ങളോടുള്ള അവഗണനയല്ല അദ്ദേഹത്തിന്, ഇത് ഞങ്ങൾക്ക് കൂടുതൽ തരാനായിരിക്കാം. ഞങ്ങളുടെ ഡിമാൻഡുകൾ കംപ്ലീറ്റ് അംഗീകരിക്കാൻ വേണ്ടിയായിരിക്കാം. മുഖ്യമന്ത്രിക്ക് ഒരിക്കലും, പ്രത്യേകിച്ച് പിണറായി വിജയൻ സാറിന്, അതായത് കോവിഡ് കാലത്ത് പട്ടിക്കും പൂച്ചയ്ക്കും തീറ്റി കൊടുത്തിട്ടുള്ള അത്രയും ഉദാര മനസ്കനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വരാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായും ഞങ്ങളെ വരും, ഞങ്ങളുടെ അടുത്ത് വരും, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കും. ഞങ്ങളെ കൃത്യമായിട്ട് മുടി മുറിക്കാൻ മാത്രം അത്ര ക്രൂര ഹൃദയനൊന്നുമല്ല അദ്ദേഹം. ഞങ്ങളെ അതിൽ നിന്ന് മാറ്റുമെന്നുള്ളൊരു നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളെ അതിലേക്ക് തള്ളിവിടാതെ ഇരിക്കാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിത് ചെയ്യിക്കാതിരിക്കാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങളുടെ തല മുറിക്കുന്നതിനേക്കാൾ കഷ്ടമാണ്, ഞങ്ങളിൽ ഒരെണ്ണം മരിച്ചു വീഴുന്നതിനേക്കാൾ കഷ്ടമായിട്ടാണ് ഇത് തോന്നുന്നത്. ഏതായാലും ഞങ്ങളെ ആ പടുതിയിൽ നിന്നും മാറ്റിത്തരാൻ ഒരു വലിയ പ്രാർത്ഥനയുണ്ട് ദൈവത്തോട്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ തള്ളിവിടാനിടയാക്കരുതേ എന്ന്. അതായത് നിരവധി ആശമാർ മുടി മുറിക്കും, അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് പേര് വരുമോ മുടി മുറിക്കാൻ? എല്ലാ ആശമാരും
ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സർക്കാരിനെതിരെ എന്ത് പറഞ്ഞാലും ചെയ്യാൻ സന്നദ്ധമായിട്ടിരിക്കുന്ന ആശുമാരാണ്. കാരണം അവസാന നിമിഷങ്ങളും കണ്ണുകൾ തേടുന്നത് മുഖ്യമന്ത്രിനെയാണ്. എന്നിട്ടും വരുന്നില്ല എന്ന് കാണുമ്പോൾ അങ്ങേയറ്റത്തെ നിരാശയാണ്. മനുഷ്യൻ നിരാശ അനുഭവിക്കുമ്പോഴാണ് കഠിന കൃത്യത്തിലേക്ക് പോകുന്നത്. പ്രത്യാശയുള്ള ഒരാൾക്ക് ഒരിക്കലും കഠിന ഹൃദയം കാണത്തില്ല. പ്രത്യാശ ഇല്ലാത്തതുകൊണ്ട് നിരാശയിലേക്ക് ഞങ്ങളെ തള്ളിവിടാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം ഞങ്ങളുള്ളത്. തീർച്ചയായിട്ടും ആശുമാരെല്ലാം കണ്ടല്ലോ, നിരാഹാര സമരത്തിന് ഇവിടെ 3 പേര് പോയപ്പം വേറെ 3 പേര് ഉടൻ വന്നത് കണ്ടോ. അതിൻ്റെ ലിസ്റ്റ് വലിയൊരു ലിസ്റ്റാണ്. ഇതും ഒരു വലിയ നീണ്ട ലിസ്റ്റ് ഇന്നലെ തന്നെ തയ്യാറായി കഴിഞ്ഞു. എന്തായാലും മറിയമ്മ പറഞ്ഞ പോലെ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് മുടി എന്ന് പറയുന്നത്. ആ ഒരു മുടി മുറിച്ച് കൊണ്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് കരളലിയിക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്ത് കരയുന്നില്ല എന്ന് മാത്രം, ഉള്ളിൽ അവർ വിങ്ങിപ്പൊട്ടുകയാണ്. മുഖ്യമന്ത്രി ഈ ഒരു കടുങ്കൈ ചെയ്യുന്നതിന് മുൻപെങ്കിലും ഈ ഒരു സമരത്തോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ ഈ ഒരു കൃത്യത്തിന് വേണ്ടി തയ്യാറാകുന്നത് എന്നതും ഈ ആശാ വർക്കർമാർ പറഞ്ഞു വയ്ക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.